നമസ്കാരം, പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്തിനെക്കുറിച്ച് ആർക്കും തർക്കമൊന്നുമില്ല. അറബിക്കടലിലായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിലായാലും എന്തിനേറെ പറയുന്നു ചെങ്കടലിലായാലും ലോകത്തെ ഏതൊരു കപ്പലുകളും അപകടത്തിൽപ്പെടുമ്പോൾ സഹായത്തിനായി ഇന്ത്യയുടെ നാവികസേന ഒരു വിളിപ്പാടകലയുണ്ട്. ഇപ്പോഴിതാ ചരിത്രത്തിൽ ഇന്ത്യൻ നാവികസേന പുതിയൊരു ഏടുകൂടി എഴുതി ചേർത്തിരിക്കുന്നു. MV റൂയിൻ എന്ന സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ചരക്ക് കപ്പലിനെ 48 മണിക്കൂർ നീണ്ട ഓപ്പറേഷനൊടുവിൽ മോചിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുടെ നാവികസേന. ഇതിഹാസ സമാനമായ ഒരു ഓപ്പറേഷനിലൂടെ മാർക്കോസ് എന്ന ഇന്ത്യയുടെ മറൈൻ കമാൻഡോ സംഘമാണ് വിജയം നേടിയിരിക്കുന്നത്. 35 സൊമാലിയൻ കടൽ കൊള്ളക്കാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. 17 കപ്പൽ ജീവനക്കാരെ മ്യാൻമാറിൽ നിന്നും ബൾഗേറിയയിൽ നിന്നും അടക്കമുള്ള 17 കപ്പൽ ജീവനക്കാരെ ഇന്ത്യയുടെ നാവികസേന ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. ഡിസംബർ മാസം 14-ാം തീയതിയാണ് MV റൂയിൻ എന്ന ചരക്ക് കപ്പൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തത്. പിന്നീട് കടൽ കൊള്ളയ്ക്കായി ഈ ചരക്ക് കപ്പലിനെ ഉപയോഗിക്കുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ ഈ വിവരം ലഭിച്ച ഇന്ത്യയുടെ നാവികസേന ഈ ചരക്ക് കപ്പലിനെ നിതാന്തമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. 17 ജീവനക്കാരാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. യമൻ ദ്വീപായ സൊഗോത്രയിൽ നിന്ന് 380 നോട്ടിക്കൽ മൈൽ കിഴക്ക് വച്ചാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഈ കപ്പലിനെ പിടിച്ചെടുത്തത്. അന്നു മുതൽ ഇന്ത്യൻ നാവികസേന ഈ കപ്പൽ നിരീക്ഷിച്ചു വരികയായിരുന്നു. സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ഈ കപ്പലിന്റെ മുന്നോട്ടുള്ള യാത്രയെ തടയുകയായിരുന്നു ഇന്ത്യൻ നാവികസേന ആദ്യം ചെയ്തത്. തുടർന്ന് ഈ കപ്പലിനടുത്തേക്ക് ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ എത്തിയപ്പോൾ തന്നെ കടൽ കൊള്ളക്കാർ നിരന്തരമായി വെടിയുതിർത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ ചരക്ക് കപ്പലിന്റെ ഡക്കിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിന് നേരെ വെടിയുതിർക്കുന്ന കടൽ കൊള്ളക്കാരുടെ ദൃശ്യങ്ങളടക്കം ഇന്ത്യൻ നേവി ചിത്രീകരിച്ചു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നീട് ഇന്ത്യൻ നാവികസേനയുടെ P-8I സമുദ്ര പെട്രോളിയം വിമാനം, മുൻനിര യുദ്ധക്കപ്പലുകളായ INS കൊൽക്കത്ത, INS സമുദ്ര എന്നിവർ ചേർന്ന് ഈ ചരക്ക് കപ്പലിനെ വളയുകയായിരുന്നു. ഇതുകൂടാതെ ഡ്രോണുകളും ഉപയോഗിച്ചു. C-17 വിമാനം വഴി ഇന്ത്യയുടെ കരുത്തരായ മാർക്കോസ് കമാൻഡോ സംഘം 8 പേരടങ്ങിയ മാർക്കോസ് കമാൻഡോ സംഘം ഈ ചരക്ക് കപ്പലിൽ ഇറങ്ങുകയായിരുന്നു. പിന്നീട് കീഴടങ്ങാതെ സൊമാലിയൻ കടൽ കൊള്ളക്കാർക്ക് നിർവാഹമില്ലാതെയായി. നിരവധി ആയുധങ്ങളും നിരോധിത ഉൽപ്പന്നങ്ങളും വെടിക്കോപ്പുകളും അടക്കം ഈ കപ്പലിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 2600 കിലോമീറ്ററാണ് കടലിലൂടെ ഈ സാഹസിക ഓപ്പറേഷനായി ഇന്ത്യൻ നാവികസേന പിന്തുടർന്നത്. 48 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ഇന്ത്യൻ നാവികസേന വിജയിച്ചിരിക്കുന്നു. 17 കപ്പൽ ജീവനക്കാർക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവർ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയുടെ നാവികസേന. 35 സൊമാലിയൻ കടൽ കൊള്ളക്കാരെ ഇന്ത്യയുടെ ധീര ജവാന്മാർ കീഴടക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ നാവികസേനയുടെ ചരിത്രത്തിൽ തന്നെ തങ്കലിപികളിൽ കുറിക്കാവുന്ന ഒരു വീരേതിഹാസമാണ് ഇന്ത്യയുടെ നാവികസേന രചിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മാർക്കോസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മറൈൻ കമാൻഡോ സംഘമാണ്. ലോകത്തിലെ ഏതു മേഖലയിൽ എത്ര അപകടകരമായ ഒരു ദൗത്യം ഏൽപ്പിച്ചാലും അതിനെ നിഷ്പ്രയാസം വിജയിപ്പിച്ചെടുക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ മറൈൻ കമാൻഡോ സംഘം. ആ മറൈൻ കമാൻഡോ സംഘത്തിൻ്റെ ഒരു ഓപ്പറേഷൻ കൂടി അതിസാഹസികമായി പൂർത്തിയായിരിക്കുന്നു. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.